ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളം ചിങ്ങം പിറന്നതിന് ശേഷം അത്തവും കഴിഞ്ഞിരിക്കുന്നു. നല്ലൊരു ഓണക്കാലത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. നന്മ നിറഞ്ഞ ഓണാശംസകൾ എല്ലാ പ്രേക്ഷകർക്കും നേർന്നുകൊണ്ട് തുടങ്ങട്ടെ. എവിടെയും നന്മ നിറഞ്ഞ കാലഘട്ടമാണ് ഓണം എന്നുള്ളതാണല്ലോ സങ്കല്പം. പണ്ടുകാലത്തൊക്കെ ചതിയുടെയും വഞ്ചനയുടെയും കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി ഓണം നന്മയുടെ മാസമായിട്ടാണ് നമ്മൾ ആഘോഷിച്ചും ആചരിച്ചും വരുന്നത്. അന്നത്തെ കാലത്ത് കള്ളവുമില്ല ചതിവുമില്ലാത്തൊരു കാലത്തെക്കുറിച്ചൊക്കെ കവികളൊക്കെ പാടി നടക്കുമ്പോഴും എന്താണ് ഓണമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴൊക്കെ നമ്മൾക്ക് ബാല്യത്തിൽ ഒന്നും അറിയില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ടങ്ങോട്ട് കാലങ്ങൾ പുരോഗമിക്കുന്തോറും നമ്മൾ അറിവുള്ളവരായി തീരുകയും എന്താണ് നന്മ എന്താണ് തിന്മ എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി. പക്ഷേ നമ്മൾ ഒന്ന് മനസ്സിലാക്കുമ്പോൾ എക്കാലത്തും ഈ കള്ളവും ചതിയും വഞ്ചനയും ഒക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് കൂടുതൽ കൂടുതൽ സ്പഷ്ടമാവുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ മലയാളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ സിനിമാ മേഖലയിലാണെങ്കിലും രാഷ്ട്രീയ മേഖലകളിലാണെങ്കിലും എല്ലായിടങ്ങളിലും കള്ളവും ചതിവും തന്നെയാണ് നടക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് എല്ലാ വാർത്തകളും വാർത്താ മാധ്യമങ്ങളും മീഡിയകളും ഒക്കെ സംപ്രേഷണം ചെയ്യുന്നതും നമ്മൾ കേൾക്കുന്നതും. ശരിക്കും മനുഷ്യൻ ഇത്തരത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസവും ഉന്നത ശ്രേണിയിലേക്കും നമ്മൾ എത്തപ്പെട്ടപ്പോഴും കള്ളവും ചതിക്കും യാതൊരു കുറവുമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി എത്ര മഹാബലിമാർ വന്നാലും എത്ര വാമനന്മാർ വന്നാലും എത്ര ചവിട്ടിത്താഴ്ത്തിയാലും ഇവയെല്ലാം ഇങ്ങനെ തന്നെ നിലനിന്ന് പോകും എന്നുള്ളതാണ് ഈ ഓണത്തിന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യം. നന്മ നിറഞ്ഞ ഓണാഘോഷം, നന്മ നിറഞ്ഞ ഓണദിനങ്ങൾ അല്ലെങ്കിൽ ഓർമ്മകൾ എക്കാലവും ഇനി നമുക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ആശങ്ക. അതുപോലെ തന്നെ ഓണത്തിന് പൂവിടുന്ന രീതിയും ശരിക്കും നമ്മുടെ നാട്ടുപൂക്കളൊക്കെ നമുക്ക് എന്നേ അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഓണപ്പൂക്കളെക്കുറിച്ചും കൺമറഞ്ഞു പോയ നാട്ടുപൂക്കളെക്കുറിച്ചുമൊക്കെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായി ചെയ്തിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും കണ്ടു കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഓരോ കാലഘട്ടവും ഇങ്ങനെ നന്മയും തിന്മയുമായി ചവിട്ടിത്താഴ്ത്തലുകളും ഉയർത്തെഴുന്നേൽപ്പുമായി ഇങ്ങനെ മിന്നിമറിഞ്ഞ് പോവുകയാണ്. മലയാളി പ്രത്യേകിച്ചും ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള മലയാളി സ്വന്തം നാടിനെക്കുറിച്ചും ഓണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ ശരിക്കും ആഹ്ലാദത്തിമിർപ്പോടെ തുള്ളിച്ചാടാറുണ്ട്. അത് മലയാളിയുടെ മാത്രം പ്രത്യേകതയാണ് എന്നാണ് എൻ്റെ പക്ഷം. എന്നും മലയാളി അങ്ങനെയാണ്. സ്വന്തം നാട് അത് മലയാളിക്ക് അതൊരു വല്ലാത്ത ഹരം തന്നെയാണ്. ആ ഒരു ഐക്യവുമൊക്കെ മലയാളിക്ക് ഉണ്ട്. എങ്കിലും നമ്മൾ പരസ്പരം പഴിചാരുകയും ചതിയും വഞ്ചനയും നടത്തി പരസ്പരം കുറ്റാരോപണം നടത്തി നന്മയെ ഒരാൾ പോലും കാണാതെ, ഒരാൾ ചെയ്ത നന്മയെ ഒരിക്കലും കാണാതെ തിന്മയെ മാത്രം പുകഴ്ത്തി കാണിച്ച് അല്ലെങ്കിൽ അതുവഴി ഒരാളെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ച് ഇങ്ങനെ നമ്മൾ നിർബാധം മുമ്പോട്ട് ജീവിച്ചു പോവുകയാണ്. എന്തുമാകട്ടെ, ഈ ഒരു നല്ല ഓണനാളിലെങ്കിലും അത്തരം നന്മകളെ പുകഴ്ത്തി കാണിക്കാനും തിന്മകളെ പൊറുക്കാനും ഉള്ള ഒരു മനസ്സും, അതുപോലെ നന്മയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കാനും നന്മയുടെ പക്ഷത്ത് നിന്ന് നന്മയ്ക്ക് വേണ്ടി പോരാടാനും ഈ ഒരു ഓണക്കാലം നമുക്ക് ഉത്തേജനമാകട്ടെ എന്ന് മാത്രമാണ് ഈ ഓണം നാളുകളിൽ എനിക്ക് പറയുവാനുള്ളത്. രാഷ്ട്രീയവും സിനിമാ മേഖലയും എന്ന് വേണ്ട കുടുംബാന്തരീക്ഷങ്ങളിലുമൊക്കെ മനുഷ്യനെ അറിയാതായിരിക്കുന്നു. മനുഷ്യൻ്റെ മനസ്സ് തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ച വികാസത്തിനൊപ്പം മനുഷ്യൻ മാനസികമായി അകലുന്നതാവാം. ഇത് ഒരാളിൽ മാത്രം നിക്ഷിപ്തമല്ല. മനുഷ്യ സമൂഹത്തിൽ ഒന്നാകെ ഇത് നിർബാധം തുടരുന്നു. ഇതിനൊക്കെ ഒരു പുതിയ ഉത്തേജനമായി നല്ലൊരു നാളിലേക്ക് നമുക്ക് വീണ്ടും മലയാളത്തിൻ്റെ ഒത്തൊരുമ
ഈ ഓണനാളിലെങ്കിലും നമുക്ക് ഒന്നിച്ചു പോകാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ അഡ്വാൻസായി നേർന്നുകൊണ്ട് പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ നിർബാധം ഓരോരോ വീഡിയോകളുമായി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ ആ ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങളിലേക്ക് അപ്പോൾ എത്തുമെന്നുള്ള മുൻവിധിയോടെ ഒരു അഭ്യർത്ഥന പോലെ നിങ്ങളിലേക്ക് എത്തിപ്പിച്ചുകൊണ്ട് പച്ചപ്പാണിൻ്റെ സന്തോഷം ഒരിക്കൽ കൂടി എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഗുഡ് ബൈ.